ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും ഞാൻ കുറച്ച് ടിപ്സ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ അനാർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അനാറിന്റെ കുരു മാത്രമായിട്ട് കിട്ടണം. ഈ അനാർ കട്ട് ചെയ്ത് അല്ലിയെടുക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ആ ഒരു കറ ഉണ്ടല്ലോ, ആ ഒരു കറ നമ്മുടെ കൈകളിലും അതുപോലെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ആ ഒരു ബ്ലാക്ക് കളർ കറ കാണാം. അങ്ങനെ ആ കറ നമ്മുടെ കൈകളിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി ഈ അനാർ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളിൽ ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നമ്മുടെ കൈകളിലെ മുഴുവൻ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് സാധാരണ പോലെ തന്നെ ഈ അനാറിന്റെ കുരു നമുക്ക് ഒരു ബൗളിലേക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിൽ ആ കറുപ്പ് കറയാവണ പേടിക്കണ്ട. ഇതുപോലെ സാധാരണ ലെവലിലാണ് അനാറിന്റെ കുരു സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പൊ പിന്നെ കൈകളിൽ ആ ബ്ലാക്ക് കറ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 2. ഞാനിവിടെ 2 മുട്ടയുടെ തോട് നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മുട്ടത്തോട് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ 2 മുട്ടത്തോട് ഇതുപോലെ തന്നെ പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതൊന്നൊരു അടപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടച്ചു വെക്കാം. 1-2 ദിവസം ഇത് ഇതുപോലെ ഇങ്ങനെ അടച്ചു വെക്കണം. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടപ്പൊന്ന് തുറന്നു നോക്കുകയാണ്. ഇപ്പൊ ഈ മുട്ടത്തോട്ടിലെ എല്ലാ സത്തും ഈ വെള്ളത്തിൽ എത്തിയിട്ടുണ്ടാവും. ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. കറക്റ്റ് ഈ ഒരു പേപ്പർ കപ്പ് നിറച്ചാണുള്ളത്. ഇതെന്റെ ഒരു ഇൻഡോർ മണി പ്ലാന്റിന്റെ വേസ് ആണ്. ഈ വേസിലേക്ക് ഞാനിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു മുട്ടത്തോടിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വെള്ളം നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ആണ്. ഔട്ട്ഡോർ പ്ലാന്റ്സിന് ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ വേസ് നിറയെ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്ലാന്റ് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയ മണി പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് വലുതാവും. ടിപ്പ് നമ്പർ 3. ഞാനിവിടെ ഷുഗറിന്റെ ടിൻ എടുത്തിട്ട് ആ ടിന്ന് ഫുള്ളായിട്ട് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷുഗറിന്റെ ടിന്നൊന്ന് അടച്ചു വെക്കണം. അതിന് മുമ്പ് ഈ ഷുഗറിന്റെ ടിന്നിൽ ഒരു സ്പൂൺ ഉണ്ടാവും. നമ്മൾ ഷുഗർ കോരിടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉണ്ടാവും, അത് വെച്ചുകൊടുക്കാം. ഈ ടിന്ന് ഫുള്ളായിട്ട് ഷുഗർ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നേരാവണ്ണം ഈ സ്പൂൺ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റൂല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ സ്പൂൺ ഉണ്ടല്ലോ, നമ്മൾ അതുപോലെ തല തിരിച്ചിട്ട് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോ ആ സ്പൂണ് മുഴുവനായിട്ട് ഉള്ളിലേക്ക് പോയി കിട്ടും. ഇങ്ങനെ ചെയ്തിട്ട് ഈ ടിന്നൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ടിന്ന് മര്യാദക്ക് അടക്കാനും പറ്റി. നേരെ മറിച്ച് നമ്മൾ സാധാ പോലെയാണ് ആ സ്പൂണ് വെക്കണമെന്നുണ്ടെങ്കിൽ സ്പൂണ് എത്ര ആയാലും ഷുഗറിന്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് പോവില്ല. നമുക്ക് ആ ഒരു ടിന്ന് അടക്കാനും കഴിയൂല. ഇപ്പൊ ഷുഗർ ആവശ്യമുള്ള സമയത്ത് സ്പൂൺ എടുത്തിട്ട് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ തല തിരിച്ചിട്ട് വെക്കുക. ടിപ്പ് നമ്പർ 4. ഈ ലെമൺ എങ്ങനെയാ ഒരുപാട് കാലം കേട് വരാതെ ഫ്രഷ് ആയിട്ട് എടുത്തു വെക്കുക എന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ ആണ് എടുത്തിട്ടുള്ളത്. ഈ കണ്ടെയ്നറിലേക്ക് ഞാൻ ലേശം ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഓയിൽ ഈ കണ്ടെയ്നറിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ആക്കുക. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് സ്പ്രെഡ് ആക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് സ്പ്രെഡ് ആക്കാം. ഇനി ഓരോ ചെറുനാരങ്ങ എടുത്തിട്ട് അതിൽ ഓയിൽ ആക്കിയതിനു ശേഷം ഈ കണ്ടെയ്നറിൽ വെച്ചു കൊടുക്കാം. എല്ലാ ലെമണിലും ഇതുപോലെ ഇങ്ങനെ ഓയിൽ ആക്കിയതിനു ശേഷം വേണം ഈ കണ്ടെയ്നറിൽ വെച്ചു കൊടുക്കാനേ.
പിന്നെ ഒരു കാര്യം, നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ടിപ്സൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് ലെമൺ ഇതുപോലെ ഓയിലാക്കിയതിന് ശേഷം കണ്ടെയ്നറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കണ്ടെയ്നർ ഒന്ന് ക്ലോസ് ചെയ്യാം. നല്ലപോലെ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ലെമൺ ഒരുപാട് കാലം കേടൊന്നും വരാതെ ഫ്രഷ് ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.